ഒരു തണുപ്പ് സീസണായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ തോട്ടത്തേക്ക് ഒരു പോക്കാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയാൽ ഒരു അസർ നിസ്കാരത്തിന് ശേഷമാണ് ഇവിടുന്ന് പോകൽ. ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോകൽ. പിന്നെ അവർ വീട്ടുകാരെല്ലാവരും അതിൻ്റെ തലേന്ന് ദിവസം തന്നെ എല്ലാവരും അവിടെ പോയിട്ട് തമ്പടിച്ചിട്ടുണ്ട്. അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു തോട്ടമാണ്. അപ്പോൾ ആ തോട്ടത്തിൽ എല്ലാ ഐറ്റംസ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പോണ പോക്കിൽ ഇവിടുന്ന് 2-3 പണിക്കാരത്തികളുണ്ട്. അവരെയും കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. മസരയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് എല്ലാ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാറ്റായി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്. കാരണം അവിടെ ചെറിയൊരു റൂമുണ്ട്. റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ ചെന്നാലുള്ള സമാധാനം, അവിടെ ചുറ്റുപാട് എല്ലായിടത്തൊക്കെ ഒന്ന് നടന്ന് കാണാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും സാധാരണ നമ്മളെ പച്ചക്കറി തോട്ടം തന്നെയാണ് എല്ലാ ഭാഗത്തുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ചുറ്റിക്കറങ്ങും ചെയ്യുക. അപ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ കൂടിയാണ് അവിടെ ചെല്ലുന്ന സമയത്ത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 45 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് അവിടേക്കുള്ള യാത്ര. ഒരു ജുവാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജുവാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അവിടുന്ന് ഏകദേശം ഉള്ളിലേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട്. 3 മണിക്ക് വിട്ടതാണ്. വരിന്ന് 3:30 മണിയായിക്കണം അവിടുന്ന് വിട്ടപ്പോൾ. ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു സമയം കുറേ ആകും. 10 മണിയൊക്കെ കഴിയും ഇവിടുന്ന് പോകുമ്പോഴത്തിന്. ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് കോളിഫ്ലവറിനത്. ഇതിനോട് ചേർന്ന് കുറച്ച് വലിയതായിട്ട് കാണുന്നത്. ഇങ്ങനെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയോ. കോളിഫ്ലവറിൻ്റെ ആണോ? കോളിഫ്ലവർ കായ് വരുന്നുള്ളൂ. കോളിഫ്ലവറിനാണ് ഈ ഫുള്ള് തോട്ടങ്ങൾ. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് പയറാന്ന് തോന്നുന്നത്. പയറല്ല, മറ്റേത് അമരപ്പയറാണത്. അമരപ്പയറിൻ്റെ തോട്ടമാണത് ഫുള്ള്. മൊത്തം അമരപ്പയറിൻ്റെ തോട്ടമാണത്. കോഴിൻ്റെ കൂടുകൾ ഇവിടെ ഇഷ്ടമായി. ഫുള്ള് അതൊക്കെ മുഴുവൻ പോയിക്കണം. മൊത്തം കോഴിക്കളവിടെ. ഇവിടെ നിന്നല്ല, ഈ അവിടെ മതിൽ കെട്ടിയതിന് അപ്പുറത്തും കോഴിക്കൾ, കോഴി, ആട് എല്ലാം ഉണ്ട്. കോഴി മാത്രമല്ല, ചീനക്കോഴി ഉണ്ട്, നാടൻ കോഴിക്കളാണ് ഒക്കെ. തൊപ്പിക്കോഴി, പലതരത്തിലുള്ള കോഴിക്കളുണ്ട്. ചീനക്കോഴിയാണ്. കത്തി അണക്കണ മാതിരിയാണ് സൗണ്ട് പറ്റിയുള്ള. വണ്ടിയിൽ നിന്നിട്ട് നല്ല ഒരു ചൂട് കാപ്പി കുടിക്കുക. നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നാണ് കേക്ക്. അപ്പോൾ ഈ കേക്ക് കഴിച്ചുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. മഗ്‌രിബിന്റെ സമയമായിട്ടുണ്ട്. നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാ. പള്ളിയിൽ പോയി നിസ്കരിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇരിക്കുക. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ പോയി കണ്ട് മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ട് പോരാ. കുറെ കാലം മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ശരിക്കും റോഡൊന്നും ചെയ്യും. വലിയ കുണ്ടും കുഴിയായിട്ട് കല്ലുമുട്ടൊക്കെ നിന്നിരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റോഡൊക്കെ ആക്കി. റോഡ് തന്നെ ടാറിങ് അല്ലത്. ഇത് നമ്മളെ ഇവിടെ റോഡ് നന്നാക്കുന്ന സമയത്ത് റോഡിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സൈസ് മെഷീനോട് ഇങ്ങനെ മാന്തി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു തരിയായിട്ട് ഇങ്ങനെ മേപ്പോട്ട് മെഷീനിൽ പൊന്തു. അത് തരികൾ ഇങ്ങനെ ഇവിടെ ലോഡാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിയാണ് പരത്തിയതാണ്. ടാറിങ്ങിന്റെ അല്ല, അങ്ങനെ ഇവിടെ അമർന്നതാ. ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. അവിടുന്ന് ഈ മുനാരം കാണുന്നുണ്ട്. ഇതിനാണ് പള്ളിയുള്ളത്. ഈ മുനാരം കാണുന്നത് ഇവിടെ പള്ളിയുണ്ട്. ഇവിടെ നിസ്കരിച്ചിങ്ങാണ്ട് നിസ്കരിച്ചിങ്ങാണ്ട് പോയാലേ അവിടെ കഴിഞ്ഞു.